ആദ്യം പ്രധാന വാർത്തകൾ. ഫെഡറൽ സംവിധാനം തകർത്ത് കേരളത്തിലെ സർവകലാശാലകൾ ദുർബലമാക്കാനുള്ള യൂണിയൻ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MN കൃഷ്ണദാസ്. UGCയെ കരുവാക്കി സംസ്ഥാനത്തെ സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും ആരോപണം. കേന്ദ്ര വിദ്യാഭ്യാസ നയം പോലും മികവിന്റെ സർവകലാശാലകളെ തകർക്കാൻ. വാരണാകുരിശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വൈകിപ്പിക്കുന്ന കരാറുകാരനെതിരെ നടപടി വേണമെന്ന നിയമസഭയിൽ മുഹമ്മദ് മുഹ്സിൻ MLA. കരാറുകാരൻ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്നും MLA. വിഷയത്തിലൂടെ ഇടപെടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പട്ടാമ്പിക്കുളപ്പള്ളി പാതയിലെ വാരണാകുരിശിയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 പേർക്ക് പരിക്ക്. ശ്രീനാരായണ കമ്പനിയോട് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടാങ്കർ ലോറിയിൽ ഇടിച്ചു. മേട് ഭാഗത്ത് ടോറസ് ലോറിയിൽ സ്കൂട്ടി ഇടിച്ച അപകടം. തിരുവില്ലാമലയിൽ അലഞ്ഞുതിരിയുന്ന കാളയുടെ കുത്തേറ്റ് സ്ത്രീക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ഫെഡറൽ സംവിധാനത്തിനു നേരെ കേന്ദ്ര സർക്കാർ വാളോങ്ങിയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MN കൃഷ്ണദാസ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ തകർക്കാനുള്ള യൂണിയൻ സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമാണെന്നും AKPTCDA 67ാം സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ നിയമപരിധിക്കകത്തു നിന്നാണ് സർവകലാശാലകൾ നിർമ്മിച്ചത്. നിയമപരിധിയിൽ നിന്ന് കേരളത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് AKPCTA സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ NN കൃഷ്ണദാസ് ആരോപിച്ചു. രാജ്യത്തെ ഗുണനിലവാരമുള്ള 10 സർവകലാശാലകളിൽ 4 കേരളത്തിലാണ്. ഉന്നത നിലവാരം പുലർത്തുന്ന കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിശേഷമായി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ അന്തസത്തയായ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി ഒരു സംസ്ഥാനത്തിന്റെ അവകാശങ്ങളിലേക്ക് UGCയുടെ രൂപത്തിൽ യൂണിയൻ ഗവൺമെന്റ് അവരുടെ പ്രതിലോമ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ മുഖേന സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക് അവകാശങ്ങളിലേക്കും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് യൂണിയൻ ഗവൺമെന്റ്. സത്യത്തിൽ കേരളത്തിൽ നിലവിലുള്ള സർവകലാശാലകൾ യൂണിയൻ ഗവൺമെന്റ് രൂപീകരിച്ച സർവകലാശാലയെ പറ്റി അത് വേറെയാണ് നിയമം. കേരളത്തിലുള്ള ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല, പിന്നീട് വന്ന കോഴിക്കോട് സർവകലാശാല, അതിനുശേഷം വന്നിട്ടുള്ള മഹാത്മാഗാന്ധി സർവകലാശാല, പിന്നീട് വന്ന കണ്ണൂർ സർവകലാശാല, ഇടക്കാലത്ത് പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള സാങ്കേതിക സർവകലാശാല, മെഡിക്കൽ സർവകലാശാല, കാർഷിക സർവകലാശാല, ഇതൊക്കെ രൂപീകരിക്കപ്പെട്ടത് കേരള നിയമസഭ ഉണ്ടാക്കിയ നിയമങ്ങളിലൂടെയാണ്. ഈ സർവകലാശാലകൾ ഉണ്ടാക്കിയത് മുഴുവൻ കേരള നിയമസഭയാണ്. അതിന്റെ പരമാധികാരം കേരള നിയമസഭയ്ക്കാണ്. സർവകലാശാല പ്രവർത്തിക്കുന്നതിന് വേണ്ടതായ സാമ്പത്തികമായ സഹായം ചെയ്യുന്നതും കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലൂടെയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാര മികവിനായി 6000 കോടി രൂപയാണ് ഇടതു സർക്കാർ ചെലവഴിച്ചത്. മികവിന്റെ കേന്ദ്രങ്ങളായ സർവകലാശാലകളെ തകർക്കുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം. 14, 15, 16 തീയതികളിൽ നടക്കുന്ന AKPCTA 67ാം സംസ്ഥാന സമ്മേളനം സ്വാശ്രയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം, വിദേശ സർവകലാശാലകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മികച്ച കോളേജ് യൂണിയൻ പ്രവർത്തനത്തിന് AKPCTA ഏർപ്പെടുത്തിയ അഭിമന്യു അവാർഡ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന് നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. AKPCTA സംസ്ഥാന പ്രസിഡന്റ് A. നിശാന്ത്, ജനറൽ സെക്രട്ടറി ഡോക്ടർ K. ബിജുകുമാർ, ഡോക്ടർ MB ഗോപാലകൃഷ്ണൻ, R. രാജേഷ്, G. സഞ്ജീവ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാരണാകുരിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വൈകിപ്പിക്കുന്ന കരാറുകാരനെതിരെ നടപടി വേണമെന്ന് നിയമസഭയിൽ മുഹമ്മദ് മുഹ്സിൻ MLA ആവശ്യമുന്നയിച്ചു. പ്രധാന പദ്ധതികളിൽ ഒന്നാണിത്. കുറച്ചു പണിക്കാരെ മാത്രം ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. കരാറുകാരൻ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും MLA നിയമസഭയിൽ ഉന്നയിച്ചു. വിഷയത്തിൽ ഉടൻ ഇടപെടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് വാരണാകുരിശി മേൽപ്പാലം. ഈ വാരണാകുരിശി മേൽപ്പാലം RBDCKയുടെ കീഴിൽ
തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാതെ വലിയ രീതിയിൽ വളരെ കുറച്ച് പണിക്കാരെ മാത്രം വെച്ചുകൊണ്ട് ഇത് വളരെയേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഫില്ല് ചെയ്ത് കയറ്റേണ്ട ഭാഗത്തു കൂടെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. അത് കാരണം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് തന്നെ മിനിസ്റ്റർ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഒരു ഭാഗത്ത് ചെയ്തത്. മറ്റു ഭാഗത്തും അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിട്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ കരാറുകാരൻ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്നുള്ള നിലക്കാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു തരത്തിലും കൂടുതൽ പണിക്കാരെ കൊണ്ടുവരുന്നില്ല. RBDCക്ക് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ ആ കരാറുകാരനെതിരെ നടപടിയെടുക്കുക, അതല്ലെങ്കിൽ വളരെ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ മേൽപ്പാല നിർമ്മാണം. 16 സ്പാനുകളിലെ മേൽപ്പാലത്തിന്റെ 15 സ്പാനുകളുടെ സ്ലാബ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. റെയിൽവേ പോർഷനാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. റെയിൽവേ പോർഷന്റെ നിർമ്മാണം അവർ നേരിട്ട് നിർവഹിക്കുകയാണ്. അതിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു. മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരു വശത്ത് റിട്ടേണിംഗ് വാളിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. മറുവശത്ത് റിട്ടേണിംഗ് വാൾ, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണം പ്രവർത്തനം പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്പാന്റെ വർക്കുകൾ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഏപ്രിലിൽ മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കരാറുകാരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഇടപെടാമെന്നുള്ളത് സഭയെ അറിയിക്കുക. UGC 6-7 ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് പെൻഷൻ ആനുകൂല്യങ്ങളും ശമ്പള കുടിശ്ശികയും നൽകണമെന്ന് ആവശ്യപ്പെട്ട കലാമണ്ഡലം റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. സമരത്തിന് പിന്തുണയുമായി വിവിധ കോളേജുകളിലെ റിട്ടയർഡ് അധ്യാപകരുടെ സംഘടനകൾ സമരപന്തലിലെത്തുന്നുണ്ട്. 7ാം ദിവസത്തെ സമരപരിപാടികൾ കാലിക്കറ്റ് ടീച്ചേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് പ്രൊഫസർ M. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് M. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രൊഫസർ മോഹനൻ, കലാമണ്ഡലം S. ഗോപകുമാർ, കലാമണ്ഡലം ശിവകുമാർ എന്നിവർ സംസാരിച്ചു. മാസങ്ങളിലായി പല കൊല്ലങ്ങളിലായി 9 പേർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ ആഘാതത്തിൽ, വേർപിരിയലിന്റെ ആഘാതത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിൽ ഒരാൾ വിട്ടുപോയി, ഇനി രണ്ടാമതൊരാൾ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ദയവ് ചെയ്തു തരണം. 1ഉം 2ഉമല്ല 3ഉം 4ഉമല്ല 9 പേരാണ് അടുത്ത കാലത്തായി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ വിട്ടുപിരിക്കുന്നത്. പാഞ്ഞാൽ കിള്ളിമംഗലത്ത് 3 ലിറ്റർ വ്യാജ ചാരായം കൈവശം വെച്ചതിന് മദ്യവൈക്സിനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കിള്ളിമംഗലം വല്ലങ്കിപ്പാറ കോളനി ദേശത്ത് മുണ്ടാരപ്പള്ളിയാലിൽ 54 വയസ്സുള്ള മണികണ്ഠനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. സുരേഷ് ബാബുവും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കിള്ളിമംഗലം വല്ലങ്കിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിന് വടക്കുവശം റോഡിൽ വെച്ച് 3 ലിറ്റർ വ്യാജ ചാരായം കൈവശം വെച്ചതിനാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമകൃഷ്ണൻ, പ്രശാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ്, ജയേഷ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുവില്ലാമലയിൽ അലഞ്ഞുതിരിയുന്ന കാളയുടെ കുത്തേറ്റ് സ്ത്രീക്ക് പരിക്ക്. തിരുവില്ലാമല ആനപ്പാറ സ്വദേശിയായ 43 വയസ്സുള്ള മൂച്ചിക്കൽ വീട്ടിൽ പ്രസന്നകുമാരിക്കാണ് പരിക്കേറ്റത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ പ്രസന്നകുമാരിയെ പിറകിൽ നിന്ന് കാള ആക്രമിക്കുകയായിരുന്നു. കാളയുടെ കുത്തേറ്റ് ബോധക്ഷയം സംഭവിച്ച നിലത്തുവീണ പ്രസന്നകുമാരിയെ സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് ആംബുലൻസിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്കേറ്റ തിരുവില്ലാമല ആനപ്പാറ സ്വദേശിയായ മൂച്ചിക്കൽ പ്രസന്നകുമാരിക്ക് 43 വയസ്സുണ്ട്. തിരുവില്ലാമല ഭാഗത്ത് അലഞ്ഞുതിരിയുന്ന കാളക്കൂറ്റന്മാർ ഇതിനു മുമ്പും നിരവധി പേരെ ആക്രമിച്ചിട്ടുണ്ട്. അലഞ്ഞുതിരിയുന്ന കാളകളുടെ ഭീഷണി തടയാൻ നടപടി വേണമെന്ന ആവശ്യം കാലങ്ങളായി ഈ മേഖലയിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കളിയും ചിരിയും മാത്രമല്ല, സ്വന്തം രചനകൾ കഥാപുസ്തകമാക്കി ശ്രദ്ധേയമാകുകയാണ് വാടനാകുരിശി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. നവമുകുളങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളുടെ പ്രകാശനം സ്കൂളിൽ നടന്നു. കളിയും ചിരിയും മാത്രമല്ല, സ്വന്തം രചനകൾ കഥയാക്കി പിന്നീട് പുസ്തകമാക്കി മാറ്റിയിരിക്കുകയാണ് വാരണാസി ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. രചനോത്സവത്തിൻ്റെ ഭാഗമായാണ് കുട്ടികൾ സ്വന്തം രചനയിൽ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. ഇവരുടെ കഴിവിനെ പ്രശംസിക്കാതെ വയ്യ. സ്വന്തം രചനയിൽ 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ കഥകൾ ഉൾപ്പെടുന്നതാണ് നവമുകുളങ്ങൾ എന്ന പേരിലുള്ള കഥാപുസ്തകം. മറ്റു വിവിധ പേരുകളുള്ള കഥാപുസ്തകങ്ങൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രം സ്വന്തം രചനയിൽ തയ്യാറാക്കിയതാണ്. ഇത്തരത്തിൽ ആകെ 18 പുസ്തകങ്ങളാണ് കുട്ടികളുടെ കൂട്ടായ്മയിൽ തയ്യാറാക്കിയത്. വ്യാഴാഴ്ച സ്കൂളിൽ നടന്ന പഠനോത്സവത്തിൽ വെച്ച് നവമുകുളങ്ങൾ പുസ്തകത്തിൻ്റെ പ്രകാശനം ഹെഡ്മിസ്ട്രസ് ശോഭന നിർവഹിച്ചു. ചടങ്ങിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് നിർവഹിച്ചു. ജൂൺ മാസം മുതൽ മാർച്ച് വരെയുള്ള
നമ്മുടെ അധ്യയനത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. കളിയോടൊപ്പം നമ്മുടെ പഞ്ചായത്തിന്റെ തനത് പദ്ധതിയായ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഒരുപാട് നമുക്ക് പഠിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ നേടിയെടുത്ത അറിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച വേദിയാണ് ഇന്നിവിടെ നടക്കുന്ന പഠനോത്സവം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ തന്നെ മികച്ച രചനകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് 10ാം ലക്കം പുറത്തിറക്കുന്ന നമ്മുടെ നവമുകുളങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ മികവ് വിളിച്ചോതുന്ന. കുട്ടികൾക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശില്പശാലയിലെ വിജയികളായ അമ്മമാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. BPC വേണു മാസ്റ്റർ, ഹെഡ് മിസ്സസ് ശോഭന, PTA പ്രസിഡന്റ് പ്രകാശൻ, ജ്യോതി ടീച്ചർ, സന്ധ്യ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കുന്നംകുളത്ത് കൃഷിക്ക് നാശം വരുത്തിയ 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കർഷകരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിലാണ് നടപടി. ഷൂട്ടിങ്ങിൽ പ്രത്യേക പരിശീലനം നേടിയ സംഗീതിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. ഇന്നലെ രാത്രിയോടെയാണ് പന്നികളെ പിടികൂടാൻ ആരംഭിച്ചത്. കാണിയാമ്പൽ, നെഹ്റു നഗർ, ആർത്താറ്റ്, ചീരംകുളം എന്നിവിടങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നിരവധി തവണ കർഷകർ കുന്നംകുളം നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായത്. കൗൺസിലർമാരായ ലബീബ് ഹസൻ, സുനിൽകുമാർ, ഷബീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ പിടികൂടിയത്. വെടിവെച്ചുകൊന്ന കാട്ടുപന്നികളെ ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടനാകുറിശി ശ്രീനാരായണ കമ്പനിക്ക് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടാങ്കർ ലോറിയിൽ ഇടിച്ചു. അപകടത്തിൽ ബസ് യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ശ്രീനാരായണ കമ്പനിക്ക് സമീപം ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. റോഡ് നിർമ്മാണ ചുമതലയുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടാങ്കർ ലോറിയുടെ മുൻവശത്താണ് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ടുവന്ന സ്വകാര്യ ബസ് ഇടിച്ചത്. അപകടത്തിൽ ബസ് യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെയും ബസിന്റെയും മുൻഭാഗം തകർന്നിട്ടുണ്ട്. ബസ് അമിത വേഗതയിലായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മഴ ചാറിയിരുന്നതിനാൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാതിരുന്നതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തിരുവേഗപ്പുറയിൽ 1.25 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായി മദ്യവയക്സൻ എക്സൈസിന്റെ പിടിയിലായി. മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിന് തിരുവേഗപ്പുറ ചാത്തമ്പുള്ളി വീട്ടിൽ 51 വയസ്സുള്ള ബൈജുവിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രനും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തിരുവേഗപ്പുറ നെരുമ്പുർമൽ ഉന്നതിയിലേക്ക് പോകുന്ന റോഡിലാണ് പ്രതി അനധികൃതമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവിൽപ്പന നടത്തിയിരുന്നത്. സ്വന്തം വീടിന് മുന്നിൽ വെച്ചായിരുന്നു മദ്യവിൽപ്പന. 1.25 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. പിടിയിലായ തിരുവേഗപ്പുറ ചാത്തമ്പള്ളി വീട്ടിൽ ശങ്കരന്റെ മകൻ 51 വയസ്സുള്ള ബൈജുവിനെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. എക്സൈസ് സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപ് രാജ്, സാം ജോസ്, S ഉണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MM സ്മിത എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാടനാകുറിശി മേലിന് സമീപം വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക്. ടോറസ് ലോറിയിൽ സ്കൂട്ടറിൽ ഇടിച്ചായിരുന്നു അപകടം. വ്യാഴാഴ്ച രാവിലെ 6:30 മണിയോടുകൂടിയായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികനെ പരിക്കുകളോടെ പട്ടാമ്പിയിലെ സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഭാഗത്തു നിന്ന് കുളപ്പുള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും കുളപ്പുള്ളി ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫെഡറൽ സംവിധാനം തകർത്ത് കേരളത്തിലെ സർവകലാശാലകൾ ദുർബലമാക്കാനുള്ള യൂണിയൻ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MN കൃഷ്ണദാസ്. UGCയെ കരുവാക്കി സംസ്ഥാനത്തെ സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും ആരോപണം. കേന്ദ്ര വിദ്യാഭ്യാസ നയം പോലും മികവിന്റെ സർവകലാശാലകളെ തകർക്കാൻ. വാടനാകുറിശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വൈകിപ്പിക്കുന്ന കരാറുകാരനെതിരെ നടപടി വേണമെന്ന നിയമസഭയിൽ മുഹമ്മദ് മുഹസിൻ MLA.
കരാറുകാരൻ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്നും MLA. വിഷയത്തിൽ ഉടൻ ഇടപെടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പട്ടാമ്പിക്കുളം പുള്ളിപ്പാതയിലെ വാടനാകുരിശിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 പേർക്ക് പരിക്ക്. ശ്രീനാരായണ കമ്പനിയോട് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടാങ്കർ ലോറിയിൽ ഇടിച്ചു. മേട് ഭാഗത്ത് ടോറസ് ലോറിയിൽ സ്കൂട്ടി ഇടിച്ച അപകടം. തിരുവില്ലാമലയിൽ അലഞ്ഞുതിരിയുന്ന കാളയുടെ കുത്തേറ്റ സ്ത്രീക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു.